സ്പേസ് ചാനലിൻ്റെ വചന വിചിന്തന വേദിയിലേക്ക് എല്ലാ ദൈവവിശ്വാസികളെയും കർത്താവായ യേശുമശിഹായുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാൻ സ്ലീഹായാൽ എഴുതപ്പെട്ടതായ നമ്മുടെ കർത്താവായ യേശുമശിഹായുടെ രക്ഷാസുവിശേഷം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി പരിശുദ്ധ സഭ ക്രമീകരിക്കപ്പെട്ട് നൽകിയിരിക്കുന്നത്. ഇത് സഭയുടെ ഡെഡിക്കേഷൻ്റെ കാലഘട്ടമാണ്. അതായത് ഇതൊരു സമർപ്പണത്തിൻ്റെതായ കാലമാണ്. ഓരോ വർഷവും സഭ ഒരു മാസത്തോളം പരിശുദ്ധ സഭയുടെ ആരാധനാ വർഷത്തിൻ്റെ അവസാന കാലഘട്ടം മുഴുവനുമായും സഭയുടെ ഡെഡിക്കേഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കുമ്പോൾ എന്താണ് ഡെഡിക്കേറ്റ് ചെയ്യപ്പെടേണ്ടത്, എന്താണ് ശുദ്ധീകരിക്കപ്പെടേണ്ടത്, എന്താണ് നവീകരിക്കപ്പെടേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതിന് ഈ വചന ശുശ്രൂഷ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. ഇത് യോഹന്നാൻ സ്ലീഹ തൻ്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവായ യേശുമശിഹായുടെ എഴുതപ്പെട്ടിരിക്കുന്ന അത്ഭുതങ്ങളിൽ ഏറ്റവും ആദ്യത്തെ അത്ഭുതമായ കാനാവിലെ കല്യാണത്തിന് ശേഷം അതിനോട് തുടർച്ചയായിട്ട് എഴുതിയിരിക്കുന്നതായ വചനഭാഗമാണ്. താൻ യെരുശലേം ദേവാലയത്തിലേക്ക് പെസഹായുടെ പെരുന്നാളിൻ്റെ നാളുകളിൽ കടന്നു ചെല്ലുകയാണ്. യെരുശലേം ദേവാലയത്തിൽ വരുന്ന വിശ്വാസികൾക്ക് വാങ്ങി വഴിപാട് സമർപ്പിക്കുന്നതിനായി അവിടെ കാളകളെയും ആടുകളെയും പ്രാവുകളെയും വിൽക്കുന്നതിനായി, അവർക്ക് വാങ്ങുന്നതിനായി കച്ചവടക്കാര് യെരുശലേം ദേവാലയത്തിൻ്റെ വഴിയോരങ്ങളിൽ കച്ചവടം നടത്തി വന്നിരുന്നു. എന്നാൽ പെസഹായുടെ പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ അനേകം ആളുകൾ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നതിനാൽ കച്ചവടക്കാർ വഴിയോരങ്ങളിൽ നിന്ന് ദേവാലയത്തിൻ്റെ അകത്തേക്ക് കച്ചവടം നീക്കിക്കൊണ്ടുവന്നു. അവർ പ്രാവുകളെയും ആടുകളെയും കാളകളെയും ദേവാലയത്തിനകത്ത് വിൽക്കുവാനും നാണയ വിപണനം നടത്തുവാനും തുടങ്ങി. ദേവാലയത്തിൻ്റെ പുരോഹിതന്മാരും പ്രമാണിമാരും ആരും ഇതിനെ തടയുകയോ അവരെ പുറത്താക്കുകയോ ചെയ്തില്ല. എന്നാൽ അവരതിനൊക്കെ സമ്മതിച്ചു എന്ന് വേണം കരുതുവാനായിട്ട്. എന്നാൽ യേശു തമ്പുരാന് തൻ്റെ പിതാവിൻ്റെ ആലയത്തിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് വെറുതെ നോക്കി നിൽക്കുവാനോ കടന്നു പോകുവാനോ സാധിച്ചില്ല. അദ്ദേഹം ദേവാലയത്തിലേക്ക് കടന്നു ചെന്നിട്ട് ഈ അവസ്ഥ കണ്ടിട്ട് ചരട് കൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി അവിടെ കച്ചവടം നടത്തിയിരുന്നതായ കച്ചവടക്കാരെയും കാളകളെയും ആടുകളെയും പ്രാവുകളെയും വിൽക്കുന്നവരായ ആ കച്ചവടക്കാരെ മുഴുവനായും അവിടെ നിന്ന് ഓടിച്ചുവിട്ട് അവരുടെ മേശകളെ മറച്ചിട്ട് നാണയം വിപണനം നടത്തുന്നവരെയും എല്ലാം അവിടെ നിന്ന് ഓടിച്ച് അവരുടെ സാമഗ്രികൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് ആട്ടിപ്പായിക്കുകയാണ് ഉണ്ടായത്. ശുദ്ധമുള്ള ലൂക്കോസ് സ്ലീഹ ഈ ഭാഗത്തിന് ഇതിൻ്റെ ഒരു പൂർണ്ണത ഉണ്ടാകുന്ന രീതിയിൽ അദ്ദേഹം 19-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തും 20-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിലും ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. യേശുതമ്പുരാൻ ദേവാലയത്തിൽ ദിവസവും വന്ന് വചന ശുശ്രൂഷ നടത്തുകയും പ്രസംഗിക്കുകയും ദൈവജനത്തെ പഠിപ്പിക്കുകയും ചെയ്തു വന്നിരുന്നു എന്ന്. ദേവാലയം ശുദ്ധീകരിക്കപ്പെടുക മാത്രമല്ല, ദേവാലയത്തിലുണ്ടായിരുന്ന മലിനതകളെയെല്ലാം തുടച്ചു നീക്കുക മാത്രമല്ല, അദ്ദേഹം ദേവാലയത്തിൽ വന്ന് ദൈവാലയത്തെയും ദൈവജനത്തെയും ശുദ്ധീകരിക്കുകയും അവരിലേക്ക് ദൈവത്തിൻ്റെ വചനത്തെ നിറയ്ക്കുകയും ചെയ്തു വന്നു.
ഇവിടെയാണ് തിരുവചനം നമ്മുടെ ജീവിതത്തിലേക്കും പ്രസക്തമാകുന്നത്. ഡെഡിക്കേഷൻ എന്ന് പറയുമ്പോൾ കേവലം കല്ലുകളാൽ പണിയപ്പെടുന്നതായ ദേവാലയ മന്ദിരങ്ങളുടെ ശുദ്ധീകരണമോ അതിൻ്റെ സമർപ്പണമോ മാത്രമല്ല. പിന്നെയോ ഞാനും നിങ്ങളുമാകുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളുടെ ശുദ്ധീകരണവും അതിൻ്റെ സമർപ്പണവുമാണ്. ശുദ്ധമുള്ള പൗലോസ്ലീഹ കോരിന്ത്യരോട് ഇപ്രകാരം പറഞ്ഞുവല്ലോ, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാകുന്നു എന്നും നിങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു എന്നും നിങ്ങൾക്കറിഞ്ഞുകൂടെയോ? അപ്പോൾ നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കേണ്ടതായ ദിവസങ്ങളാണിത്. നമ്മളാകുന്ന ദേവാലയത്തിൽ, അന്ന് യെരുശലേം ദേവാലയത്തിൽ കച്ചവടം നടത്തിയിരുന്ന ആളുകളെ പോലെ, അന്ന് ദേവാലയത്തിലെ പുരോഹിതന്മാർ അവർക്ക് സമ്മതം നൽകിയതുപോലെ, നമ്മളാകുന്നതായ ദേവാലയത്തിൽ കള്ളന്മാരും കച്ചവടക്കാരും ആകുന്നതായ ആളുകളെ പോലെ പാപവും തിന്മകളും നിറഞ്ഞതായ ഒരു അവസ്ഥയെ അറിഞ്ഞുകൂടാതെയോ നമ്മളും നമ്മുടെ ജീവിതത്തിലേക്ക് സമ്മതിച്ച് അകത്ത് പ്രവേശിപ്പിച്ചിട്ടുണ്ടോ? പാപത്തിൻ്റെയും ക്രോധത്തിൻ്റെയും കോപത്തിൻ്റെയും തിന്മയുടെയും കച്ചവടമാണോ നമ്മുടെ ഉള്ളിൽ നടക്കുന്നത്? കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ശുദ്ധീകരിക്കപ്പെടേണ്ടത് മന്ദിരങ്ങളല്ല, നാം ഓരോരുത്തരും തന്നെയാണ്. കാരണം നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയമാകുന്നു. ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്നും എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. നമ്മിൽ ദൈവാത്മാവ് വസിക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടും ഓരോ പരിശുദ്ധ കുർബാനയിലും നമ്മൾ ആ ദൈവമായ കർത്താവിനെ തൻ്റെ തിരുശരീര രക്തങ്ങളായി നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുമ്പോൾ നമ്മളാകുന്ന ആ ആലയത്തെ എത്രമാത്രം പൂർണ്ണമായി ശുദ്ധീകരിച്ചിട്ടാണ് തൻ്റെ തിരുശരീര രക്തങ്ങൾ നമ്മളിലേക്ക് സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. അന്ന് അവൻ ചരടുകൊണ്ട് ചമ്മട്ടിയുണ്ടാക്കി അവിടെ ഉണ്ടായിരുന്നതായ കച്ചവടക്കാരെ മുഴുവനും ഓടിച്ച് പുറത്താക്കി. പിന്നീട് ഒരു തിരിച്ചുവരവില്ലാത്തവണ്ണം അവരുടെ സാമഗ്രികളും ഉൾപ്പെടെ എടുത്തുകൊണ്ട് അവരോട് പോകുവാൻ പറഞ്ഞതുപോലെ നമ്മളാകുന്ന ആലയത്തിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സുകൊണ്ടോ മനസ്സുകൂടാതെയോ നമ്മളുടെ അകത്തേക്ക് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളതായ തിന്മകളെയും പാപത്തിൻ്റെ കറകളെയും നമ്മളാകുന്ന ആലയത്തിൽ നിന്ന് ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത വിധത്തിൽ പൂർണ്ണമായും ഉപേക്ഷിച്ച് പുറത്താക്കി ഓടിച്ചു കളയേണ്ടതായ ദിവസങ്ങളാണ് ഇത്. കറകളും അഴുക്കു നിറഞ്ഞതുമായ നമ്മുടെ ഉള്ളിൽ നിന്ന് പാപത്തിൻ്റെ കറകളെ നീക്കേണ്ട ദിവസമാണ്. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുവാനായിട്ട് ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഉറപ്പായിട്ടും ആ ഗ്ലാസിൻ്റെ ശുദ്ധി എത്രമാത്രമുണ്ട് എന്ന് നമ്മൾ നോക്കാറുണ്ടല്ലോ. കറ നിറഞ്ഞിരിക്കുന്നതും ചെളി പിടിച്ചിരിക്കുന്നതുമായ ഗ്ലാസ്സിലേക്ക് ആരും ശുദ്ധജലമൊഴിച്ച് കുടിക്കാറില്ലല്ലോ. നമ്മൾ അസുഖം മാറ്റുന്നതിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുമ്പോൾ ഒരിക്കലും കറയുള്ളതോ അഴുക്ക് നിറഞ്ഞതോ ആയ പാത്രത്തിലേക്ക് മരുന്നൊഴിച്ച് ഒരിക്കലും കഴിക്കാറില്ലല്ലോ. അങ്ങനെ കഴിച്ചാൽ എന്തിനു വേണ്ടിയിട്ടാണോ ആ മരുന്ന് കഴിക്കുന്നത്, അതിന് വിപരീതമായിട്ട് ആ മരുന്ന് നമ്മളെ കൂടുതൽ രോഗബാധിതരാക്കും. അതുപോലെ തന്നെയാണ് നമ്മളാകുന്ന ആലയത്തെ ശുദ്ധീകരിച്ച് വെടിപ്പുള്ളതാക്കി കറകളെ കഴുകിക്കളഞ്ഞ് ഇനിയൊരു തിരിച്ചുവരവില്ലാത്തവണ്ണം അതിനെ ഉപേക്ഷിച്ച് മാറ്റാതെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ കർത്താവായ യേശുവിനെ സ്വീകരിക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ
നമ്മുടെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ ഓരോ തവണയും നമ്മൾ സ്വീകരിക്കുന്നത് അതിന് വിപരീതമായിട്ട് അത് സംഭവിക്കുവാനായിട്ട് ഇടയാകും. പ്രിയമുള്ളവരെ, ഈ സഭയുടെ ശുദ്ധീകരണത്തിൻ്റെ നാളുകളിൽ, സഭയുടെ സമർപ്പണത്തിൻ്റെതായ ഈ മാസത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്ന് പാപത്തിൻ്റെയും കോപത്തിൻ്റെയും ക്രോധത്തിൻ്റെയും തിന്മയുടെയും എല്ലാ അഴുക്കു നിറഞ്ഞിട്ടുള്ള അവസ്ഥയുടെയും ആ അവസ്ഥകളിൽ നിന്നെല്ലാം നമ്മളെ ശുദ്ധീകരിച്ച് വെടിപ്പുള്ളതാക്കി അന്ന് ആലയത്തിൽ അവിടെയുണ്ടായിരുന്ന തിന്മകളെയെല്ലാം നീക്കി നമ്മുടെ കർത്താവായ യേശു മശീഹ ആലയത്തെയും അതിലുള്ള ജനങ്ങളെയും മുഴുവനും ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ വചനം നിറച്ചതുപോലെ നമ്മളാകുന്ന ദൈവത്തിൻ്റെ ആലയത്തിലേക്ക്, ആ ആലയത്തെ പൂർണ്ണമായും ശുദ്ധീകരിച്ച് നമ്മുടെ ഉള്ളിലും ദൈവത്തിൻ്റെ വചനത്തെ വചന ശുശ്രൂഷകളിലൂടെയും പരിശുദ്ധ കുർബാനയിൽ തൻ്റെ തിരുശരീര രക്തങ്ങളെയും സ്വീകരിച്ച് പൂർണ്ണമായും വെടിപ്പുള്ളവരായും അനുഗ്രഹം നിറഞ്ഞിരിക്കുന്നവരായും മറ്റുള്ളവർക്ക് അത് പ്രയോജനമാകുന്ന രീതിയിലും ജീവിക്കുവാനും നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അതിനുള്ള കൃപ നമ്മൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വചന ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.